എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ഡോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോയ്ക്ക് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഞാൻ OP പോയാൽ മുഴുവൻ പനിയുടെയും ചുമയുടെയും മരുന്ന് എംപോസിഷൻ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഈ പനി സീസണിൽ പനിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്താലോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലെ നിപ്പ പനി, ചെള്ളുപനി, വൈറൽ ഫീവർ, H1N1, പക്ഷിപ്പനി, ഡെങ്കിപ്പനി എന്ന് പറഞ്ഞ പനിയുടെ ഒരു ബഹളമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ വീഡിയോ നമുക്ക് പനികളെക്കുറിച്ച് തന്നെ ആയാലോ. ഈ വീഡിയോ ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയല്ല. എല്ലാവരും പനി വന്നാൽ പാരസെറ്റാമോൾ കഴിച്ചിട്ട് വീട്ടിൽ ഇരിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ ഉള്ളത്. അപ്പോൾ ഒരു പനി എപ്പോഴാണ് സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പനി എപ്പോഴാണ് പ്രശ്നമാവുക, അല്ലെങ്കിൽ ഒരു പനി വരുമ്പോൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടതെന്ന് തീരുമാനിക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ആദ്യമേ പനി എന്താണെന്ന് നോക്കാം. എല്ലാവരും പനി എന്ന് കേൾക്കുമ്പോൾ പലർക്കും പലതായിരിക്കും പനി. ചിലർക്ക് മൂക്കടപ്പായിരിക്കും പനി, ചിലർക്ക് തലവേദനയായിരിക്കും പനി, ചിലർക്ക് തൊണ്ടവേദനയായിരിക്കും പനി, ചിലർക്ക് ശരീരവേദനയായിരിക്കും പനി. ശരിക്കും എന്താണ് പനി? നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രിയിൽ കൂടുതലാവുന്നതിനാണ് പനി എന്ന് പറയുക. നമ്മൾ പനിയുടെ കാരണങ്ങൾ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ 100 അല്ല, 500 അല്ല, ആയിരക്കണക്കിന് കാരണങ്ങൾ കിട്ടിയേക്കാം. നമുക്കിപ്പോൾ അതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങളാരും ഫൈലിയർ MBBSൻ്റെ പരീക്ഷ എഴുതുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് പ്രധാനമായും മനസ്സിലാക്കേണ്ട നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചെറുതും വലുതുമായ ചില പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള പനിയെക്കുറിച്ച് ആലോചിക്കാം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയി കാണുന്നതെന്ന് മാത്രമല്ല, ലോകത്ത് തന്നെ ഏറ്റവും കോമൺ ആയി കാണുന്ന പനിയാണ് വൈറൽ ഫീവർ. എന്താണ് വൈറൽ ഫീവർ? ശരിക്കും പറഞ്ഞാൽ ഡോക്ടർമാർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല ശരിക്കും. കാരണം ഈ വൈറൽ ഫീവർ എന്നത് ഒരു വൈറസ് ഉണ്ടാക്കുന്നതിനാൽ നമുക്ക് വൈറസിനെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയാത്തതുകൊണ്ട് വൈറൽ ഫീവറിന് ശരിക്കും പറഞ്ഞാൽ വലിയ മരുന്നുകളോ ചികിത്സയോ ഒന്നുമില്ല. പിന്നെ എന്താണ് നമ്മൾ വൈറൽ ഫീവർ വന്നിട്ട് മരിക്കാത്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വലിയൊരു സാധനമുണ്ട്. ആ സാധനത്തിൻ്റെ പേരാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് നമ്മുടെ സ്റ്റൊമക്ക് അഥവാ ആമാശയത്തിനകത്തുള്ളത് കൊണ്ട് മാത്രമാണ് വൈറൽ ഫീവർ വന്ന് നമ്മൾ ആരും മരിക്കാത്തത്. അതിനെക്കുറിച്ചുള്ള വലിയ എക്സ്പ്ലനേഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ വളരെ ഉള്ളതുകൊണ്ട് മാത്രം ഒരു കാര്യം മാത്രം പറയാം. വൈറൽ ഫീവറിന് നമ്മൾ അധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വരും, നമ്മളെ കുറച്ചൊന്ന് ഉപദ്രവിക്കും, എന്നിട്ടങ്ങ് പോകും. അതിന് പ്രത്യേകിച്ച് ഡോക്ടറെ ചികിത്സയോ മരുന്നുകളോ ഒന്നും ആവശ്യമില്ല. നന്നായി ഉറങ്ങുക, നല്ലതുപോലെ ഭക്ഷണം കഴിക്കുക, 2 ദിവസം നന്നായി റെസ്റ്റ് എടുക്കുക, ഇതാണ് ചികിത്സ. പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ജോലിക്ക് പോയേ പറ്റൂ, കുഞ്ഞിനെ ട്യൂഷന് വിട്ടേ പറ്റൂ, സ്കൂളിൽ അറ്റൻഡൻസ് ഇല്ല എന്നൊക്കെ ആണെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കണ്ടിട്ട് ശരീരവേദനയ്ക്കോ ചൂടിനോ എന്താണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് അതിനൊരു ഇഞ്ചക്ഷനോ മരുന്നോ കഴിക്കാവുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിന് യാതൊരു മരുന്നിൻ്റെ ആവശ്യമില്ല. അടുത്തത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പത്രത്തിലും TV-യിലും കാണുന്ന പനിയാണ് ഡെങ്കിപ്പനി അഥവാ ഡെങ്കു ഫീവർ. നമ്മളെല്ലാവരും ഏറ്റവും ഭയത്തോടെ കേൾക്കുന്ന ഈ ക്രിക്കറ്റ് കളിയിലെ സ്കോർ ബോർഡിലൊക്കെ കാണുന്നത് പോലെ പണ്ട് കാലത്ത് നമ്മുടെ എല്ലാ ദിവസത്തെയും പത്രത്തിൻ്റെ ഫ്രണ്ടിൽ സ്കോർ കാർഡ് പോലെ 32 വരണം, 45 വരണം, 100 വരണം എന്നൊക്കെ എഴുതി കാണിച്ചിരുന്ന ഒരു പനിയാണ് ഡെങ്കി ഫീവർ. പക്ഷേ ഇന്നത്തെ കാലത്ത് ആ പനിയുടെ ഈ വില നിലവാരം ഒരുപാട് താന്നിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വാതിൽ മുട്ടി വിളിക്കുന്ന ഒരു പനിയാണ് ഡെങ്കി ഫീവർ. എന്താണ് ഡെങ്കി ഫീവർ? ശരിക്കും പറഞ്ഞാൽ ഡെങ്കിപ്പനി ഒരു പാരസൈറ്റിക് ഇൻഫെക്ഷനാണ്. അതായത് നമ്മളുടെ ശരീരത്തിൽ പരാതമായി പ്രവേശിക്കുന്ന ഒരു വൈറസ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷനാണ്. അത് നമുക്ക് പ്രധാനമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊതുകടിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങൾ ഈ പനികൾ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പനി വരുമ്പോൾ ഇത് പ്രശ്നമാണെന്ന് അറിഞ്ഞ് ഡോക്ടറെ കാണാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെങ്കിപ്പനി എങ്ങനെ ചിക്കൻ ബോക്സിൽ നിന്ന് അല്ലെങ്കിൽ ചിക്കൻ ഗുനിയയിൽ നിന്ന് വ്യത്യസ്തമാകുന്നു, അല്ലെങ്കിൽ വൈറൽ ഫീവറിൽ നിന്ന് വ്യത്യസ്തമാകുന്നു, അതാണ് ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പനിയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിശക്തമായ ശരീരവേദനയും അതിശക്തമായ പനിയുമായിരിക്കും. നമ്മൾ ആദ്യം മനസ്സമാധാനത്തോടെ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ തവണ ഡെങ്കിപ്പനി വന്നാൽ ആർക്കും ജീവൻ ആപത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കൽ ഡെങ്കിപ്പനി വന്ന ആൾക്ക് വീണ്ടും പനി വന്നാൽ അത് പ്രശ്നമായേക്കാം. ഡെങ്കിപ്പനി വരുന്ന ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം പ്ലേറ്റ്ലെറ്റ് കൗണ്ടാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ കൊച്ചുകുട്ടികൾക്കും അത് അറിയാവുന്നതാണ് എൻ്റെ വിശ്വാസം. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അതിശക്തമായ പനിയോ അതിശക്തമായ ശരീരവേദനയോ മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ കണ്ടിട്ട് ഡെങ്കുവിൻ്റെ ടെസ്റ്റ് ചെയ്യിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ ഡെങ്കിപ്പനി വന്ന ആളാണെങ്കിൽ ഇങ്ങനെ അതിശക്തമായ ഒരു പനി രണ്ടാമത് വരികയാണെങ്കിൽ, പ്രത്യേകിച്ചും വീട്ടിൽ കൊതുകുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡെങ്കിപ്പനിയുടെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത അസുഖമാണ് മലേറിയ എന്ന് നമ്മൾ പറയും. പക്ഷേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മലേറിയ നമ്മുടെ നാട്ടിലുള്ള ഒരു അസുഖമേ അല്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന കാലം തൊട്ടാണ് നമ്മുടെ നാട്ടിൽ മലേറിയ എന്ന പനി കേൾക്കാൻ തുടങ്ങിയത്. അതും ഒരു കൊതുക് പരത്തുന്ന രോഗമാണ്. മലേറിയയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മലേറിയയിലെ ടെമ്പറേച്ചർ അഥവാ ശരീര ഊഷ്മാവ് എപ്പോഴും ഒരു പ്രത്യേക രീതിയിലായിരിക്കും കൂടുക. അതായത് ഇന്ന് പനിയുണ്ടെങ്കിൽ നാളെ യാതൊരു ശാരീരികമായ ബുദ്ധിമുട്ടുകളും കാണില്ല, പിറ്റേ ദിവസം പനി ഉണ്ടാകും. അതായത് ഓരോ ദിവസവും 2 ദിവസം ഇടവിട്ട ഇടവേളകളിലായിരിക്കും ഈ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറും ശരീരവേദനയും കൂടുക. അതൊരു പ്രത്യേകതരം പാറ്റേൺ ആണ്. അത് മലേറിയയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാറ്റേൺ ശ്രദ്ധിച്ചിട്ട്
ഇത്തരം പാറ്റേണിലെ പനി വരികയാണെങ്കിൽ മാത്രം മലേറിയയാണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് നമ്മുടെ നാട്ടിൽ നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ഒരുപാട് കേട്ടിട്ടുള്ളതും എന്നാൽ ഇപ്പോൾ അധികം ആളുകൾക്ക് വരാത്തതുമായ ടൈഫോയിഡ് എന്ന പനിയാണ്. ടൈഫോയിഡ് ഈ രണ്ട് പറഞ്ഞ പനികളിൽ നിന്ന് വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബാക്ടീരിയൽ ഫീവറാണ്. കൂടുതലായിട്ടും നമുക്ക് വരിക കണ്ടാമിനേറ്റഡ് ഫുഡ്, അതായത് മലിനമായ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴുമാണ് ഉണ്ടാവുക. ടൈഫോയിഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതും പ്രായമുള്ളവർക്കൊക്കെ അറിയായിരിക്കും, വൈകുന്നേരം ഉണ്ടാകുന്ന അതിശക്തമായ ശരീരവേദനയും ചൂടുമാണ്. ഈ രോഗിക്ക് വൈകുന്നേരങ്ങളിലായിരിക്കും ശരീരത്തിൻ്റെ താപനില വളരെയധികം കൂടുക. അതിനോടൊപ്പം ഉദര സംബന്ധമായ പ്രശ്നങ്ങളും ഇങ്ങനത്തെ രോഗികളിലാണ് കൂടുതലും കാണുക. ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പനിയാണ് ചെള്ളുപനി. അപ്പോൾ നമുക്ക് ഈ ചെള്ളുപനി എന്താണെന്ന് നോക്കാം. ചെള്ളുപനി നമ്മൾ ഈയിടെയായിട്ട് വളരെ ഭീകരമായൊരു പനിയായിട്ടാണ് കേൾക്കുന്നതെങ്കിലും സത്യം പറഞ്ഞാൽ അത് അത്ര ഭയാനകമായൊരു പനിയൊന്നുമല്ല. പക്ഷേ ആകെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പനി എളുപ്പം ഡയഗ്നോസ് ചെയ്യുക, അതായത് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രശ്നം. നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം മാറുന്നൊരു പനിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായി കാണുന്നതുകൊണ്ട് ഇത് പലപ്പോഴും കണ്ടെത്തുക വളരെ പ്രയാസമാണ്. അത് മാത്രമാണ് ചെള്ളുപനിയുടെ ട്രീറ്റ്മെൻറ്റിൽ, അതായത് ചികിത്സയിലുള്ള ഒരേ ഒരു ബുദ്ധിമുട്ട്. പേരിലുള്ളതുപോലെ തന്നെ ചെള്ളുപനി പരത്തുന്നത് ചെള്ള് പോലെയുള്ളൊരു ജീവിയാണെങ്കിലും ഇത് പ്രധാനമായും കണ്ടുവരിക പെറ്റ്സ് അഥവാ വളർത്തു മൃഗങ്ങളുള്ള വീട്ടുകളിൽ ഈ വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുന്നവർക്കാണ് ഇത് കൂടുതലായി ഉണ്ടാകുക. പേരിൽ ചെള്ള് എന്നുണ്ടെങ്കിലും ഇത് പ്രധാനമായും മൂട്ട പോലുള്ള ഒരു ജീവിയാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കുന്ന ജീവിയുടെ പേര് ഞാൻ തന്നെ പഠിക്കാൻ കുറേ സമയം എടുത്തതുകൊണ്ടും നിങ്ങൾക്കത് ആവശ്യമില്ലാത്തതുകൊണ്ടും അത് ഞാൻ പറയുന്നില്ല. അടുത്തത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഗാന്ധി ജയന്തിയൊക്കെ പോലെ എല്ലാ വർഷവും മഴക്കാലത്ത് പറയുന്ന ഒരു പനിയാണ്. എല്ലാവർക്കും അറിയാവുന്ന പേരാണ്, അതിൻ്റെ പേരാണ് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയും. പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് എലിപ്പനിയും പ്ലേഗും ഒന്നല്ല കേട്ടോ. ഈ പ്ലേഗ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല. രണ്ടും എലി പരത്തുന്നതായതുകൊണ്ട് പലരും എലിപ്പനിയും പ്ലേഗും ഒന്നാണെന്നാണ് കരുതിയിരിക്കുന്നത്. അത് തീർത്തും തെറ്റാണ്. എലിപ്പനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ പരത്തുന്ന അസുഖമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കണ്ടാമിനേറ്റഡ് വാട്ടർ അഥവാ എലിയോ അങ്ങനത്തെ ഏതെങ്കിലും ഈ എലിപ്പനിയുടെ ബാക്ടീരിയ ഉൾക്കൊള്ളുന്ന ജീവികളുടെ മൂത്രത്തിലോ വിസർജ്യത്തിലോ മിക്സ് ആയിട്ടുള്ള വെള്ളത്തിൽ നിന്നാണ് മനുഷ്യർക്കുണ്ടാവുന്നത്. തുടക്കത്തിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും മാറുന്ന അസുഖമാണ്. എന്നാൽ അത് നമ്മുടെ കരളിനെയോ ബ്ലഡിനെയോ ബാധിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാവുന്ന അതിമാരകമായ ഒരു രോഗം കൂടിയാണ്. അടുത്തത് നമ്മുടെ നാടിനെ തന്നെ പിടിച്ചു കുലുക്കിയ നിപ്പ എന്ന് പറയുന്ന പനിയാണ്. ഈ വർഷവും കുലുക്കാൻ വന്നിരുന്നു, പക്ഷേ വലിയ കാര്യമായിട്ട് കുലുക്കിയില്ല. എന്നാലും നിപ്പയെക്കുറിച്ച് പറയാതെ നമ്മുടെ നാട്ടിലെ വൈറൽ ഫീവർ ക്യാമ്പയിൻ പൂർണ്ണമായില്ല. അതുകൊണ്ടാണ് നിപ്പയെക്കുറിച്ച് പറയുന്നത്. നിപ്പ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്നതുപോലെ ഒരു സൂണോട്ടിക് ഡിസീസാണ്. അതായത് വവ്വാലിൽ നിന്ന് മനുഷ്യന് പകരുന്ന ഒരു അസുഖമാണ്. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കും പകരാൻ പറ്റും. അതിന് പ്രത്യേകിച്ചൊരു ചികിത്സയോ ഒരു വാക്സിനോ ഒന്നും തന്നെ ഇല്ല. വന്നു കഴിഞ്ഞാൽ 98% രോഗിക്ക് മരണം സംഭവിക്കാം എന്നതല്ലാതെ പ്രത്യേകിച്ച് മരുന്നുകളോ വാക്സിനേഷനോ ഒന്നും തന്നെ ഈ അസുഖത്തിനില്ല. ഇത് ആദ്യമായി കണ്ടത് ഓസ്ട്രേലിയയിലാണ്, പിന്നീട് ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലേക്കും പകരുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ. ഇതൊക്കെ ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പോകുന്നതിന് മുമ്പ് ഒരു കാര്യയുടെ, ഞാനിപ്പം പറഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം മാത്രം ഇൻറ്റൻഷനലി മനഃപൂർവ്വം തെറ്റിച്ചാണ് പറഞ്ഞത്. ഞാൻ എന്താണ് തെറ്റിച്ച് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഗിവ് അവേ ഒന്നുമില്ല, എന്നാലും അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് ആരെങ്കിലും ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാമല്ലോ. സോ ദാറ്റ് വാസ് എ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയ വീഡിയോസുമായി വീണ്ടും നമുക്ക് ഈ ചാനലിൽ കാണാം. ഓക്കെ, ബൈ.